ശാന്തിയുടെയും സ്നേഹത്തിന്റെയും ആഘോഷത്തിന്റെയും നക്ഷത്രങ്ങൾ മാനത്ത് വിരിയുന്ന ഈ ക്രിസ്മസ് വേളയിൽ ഏവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ലേഡീസ് അവറിന്റെ സെഗ്മെന്റ് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഇന്നത്തെ ലേഡീസ് അവറിന്റെ കുക്കറി സെഗ്മെന്റായ ടുഡേസ് ടേസ്റ്റിൽ നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ സ്വന്തം കേക്ക് ബൈ പാർവതിയിലെ പാർവതിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം പാർവതിനെ. പാർവതി, വെൽക്കം ടു ദി ഷോ. അപ്പോൾ പാർവതി, ഇന്ന് എന്താണ് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തരാൻ പോകുന്നത്? പുഡിംഗ് ഉണ്ടാക്കാം. ഒരു മിൽക്ക് പുഡിംഗ്, ഒരു ക്രീമി മിൽക്ക് പുഡിങ്ങിൽ നമുക്ക് ടോപ്പിംഗ് ആയിട്ട് കുറച്ച് സ്ട്രോബെറി ഒക്കെ വെച്ച് ചെയ്ത് നോക്കാം. ഇന്ന് കുറച്ച് ഐറ്റംസേ ഉള്ളൂ അല്ലേ? വളരെ കുറച്ച് ഐറ്റംസിൽ. എന്താണ് ഇതിന്റെ പേര്? ഞാൻ തന്നെ ഇട്ട പേര് ക്രീമി മിൽക്ക് പുഡിംഗ്. ക്രീമി മിൽക്ക് പുഡിംഗ്. അതിന്റെ കൂടെ നമുക്ക് എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും, പിന്നെ സ്ട്രോബെറി കിട്ടിയോണ്ട് സ്ട്രോബെറി എടുത്തു ഉള്ളൂ. നമുക്ക് ഫ്രൂട്ട് ടോപ്പിംഗ് ഇല്ല, അതെയും കഴിക്കാം, ടോപ്പിംഗ്സ് വെച്ചും കഴിക്കാം. ശരി, അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് മെല്ലെ പറഞ്ഞു പോവാം. എന്തൊക്കെയാണ്? ഷുഗർ ഉണ്ട്, അത് ക്രീമാണ്. ഓക്കെ, ഫ്രഷ് ക്രീമാണ്. അത് ഫ്രഷ് ക്രീമാണ്. ഇത് നമ്മൾ ഒരു 1/4 കപ്പ് പാലിൽ ഒരു 10 ounce അഗർ മിക്സ് ചെയ്താണ്. ജലാറ്റിൻ യൂസ് ചെയ്യാം, ഞാൻ ജലാറ്റിൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമ്മൾ എത്ര? 10 ml 10 ounce ജസ്റ്റ് ഒരു പാക്കറ്റിൽ നമുക്കത് 10 ounce. ഓക്കെ, നമ്മൾ എത്ര ml പാൽ എടുത്തേക്കുന്നത്? ഒരു 1/4 കപ്പ്, 1/3 കപ്പ്. 1/4 കപ്പ് പാലില് നമ്മൾ 10 ounce അഗർ ഒഴിച്ചിട്ടുണ്ട്. ചുമ്മാ മിക്സ് ചെയ്യും. ശരി, പിന്നെ കുറച്ച് ഉപ്പുണ്ട്. അത് വെയിറ്റിംഗ് ടൈം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് കാണിക്കാതെ രണ്ടും ഓൾറെഡി ചെയ്ത് വെച്ചത്. ശരി, ഉപ്പ് നമുക്ക് ജസ്റ്റ് ഒരു പിഞ്ച്, നമ്മൾ ആ ഒരു ഷുഗർ ബാലൻസിന് വേണ്ടി എല്ലാ സ്വീറ്റ്സ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ വാനില എസൻസ്, സ്ട്രോബെറി. അതെ, സ്ട്രോബെറി നമ്മൾ ലാസ്റ്റ് അത് നമ്മൾ പുഡിംഗ് സെറ്റ് ആവുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഒരു ടോപ്പിംഗ് സെപ്പറേറ്റ് കാണിക്കാം. ഓക്കെ, നമ്മളിത് വെറുതെ ഫില്ല് ചെയ്യാനായിട്ട് ഇത് നമ്മൾ പുഡിംഗ് ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ശരി. അപ്പോൾ ഇത് നമുക്ക് മൊത്തത്തിൽ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സാധനമാണ്. ഓക്കെ, തുടങ്ങിയാലോ? ഓക്കെ, ഞാൻ ഓൾറെഡി മെഷർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ക്രീം. ഈ ക്രീം നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നു. ഓക്കെ, നമ്മൾ പാനിൽ ചൂടാക്കി ഇല്ല, ഓണാക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇത് തണുത്തല്ലേ ഇരിക്കുന്നത്, അതിന് നേരെ ഡയറക്റ്റ്ലി ചൂടാക്കുന്നതിന് കുഴപ്പമില്ല. ഇതിപ്പോൾ ബോയിൽ ചെയ്ത് എടുക്കണോ? ബോയിൽ ചെയ്ത് വരണോ അല്ലേ? ജസ്റ്റ് ഒന്ന് ബോയിൽ ആവണം. ഓക്കെ, ശരി. അപ്പോൾ എന്താണ് ബാക്കി ഫ്യൂച്ചർ പ്ലാൻസ്? എന്താണ് നമ്മുടെ കേക്കിൻ്റെ? അത്രേ ഉള്ളൂ. ഇപ്പം അങ്ങ് പോകുന്ന പോലെ അങ്ങ് പോട്ടെ, ഇനി വരുന്ന പോലെ അങ്ങ് വരട്ടെ. ശരി. ഫർദർ ഒരുപാട് ഇൻഗ്രീഡിയൻസ് പ്ലാൻ ഉണ്ട്, ഐ മീൻ ഒരുപാട് ഫ്ലേവേഴ്സോ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് കേക്ക്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടോ? എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഇപ്പോൾ എനിക്കറിയാം ക്രിസ്മസിന്റെ തിരക്കിലാണ്, അതും വിട്ട് പറയുന്നില്ല. സർപ്രൈസ് എന്തായാലും പൊളിക്കുന്നില്ല. ഉണ്ടാക്കൊണ്ട് പോവാ. ശരി, നമ്മൾ പേറ്റന്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് പറയുമോ? നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത് ടെൻഡർ കോക്കനട്ട് പുഡിംഗ് കേക്ക് എന്ന് പറഞ്ഞ ഫ്ലേവറാണ്. ഇതേപോലെ ഒരു പുഡിംഗ് ലെയർ നമ്മൾ ടെൻഡർ കോക്കനട്ടിൽ ചെയ്യുന്ന ഒരു പുഡിംഗ് ലെയർ കേക്കിൻ്റെ ലെയേഴ്സിൽ വെച്ച് ടെൻഡർ കോക്കനട്ട് ക്രീം നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് അപ്പോൾ അതിൽ ഫ്രോസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫ്ലേവർ. അത് ആക്ച്വലി മാംഗോ കുൽഫി ഇല്ലാത്ത ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് ടെൻഡർ കോക്കനട്ടാണ്. നമ്മൾ ഓരോ ഫെസ്റ്റിവൽസ് ഒക്കെ വരുന്ന സമയത്ത് ഹാമ്പേഴ്സ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. റീസെന്റ് നമ്മുടെ ദിവാലിക്ക് ഉണ്ടായിരുന്നു. അതെ, നമ്മുടെ സിഗ്നേച്ചർ ഐറ്റംസിന്റെ ഒക്കെ ഒരു ചെറിയ ക്വാണ്ടിറ്റി മിനിയേച്ചർ പോലെ നമ്മൾ എപ്പോഴും അങ്ങനെ ചെറുതായിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെ സൺഡേസിലൊക്കെ നമ്മളുടെ പാർവതിയുടെ വാട്സാപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ് സ്റ്റേറ്റസ് ആയിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയാസിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഇൻസ്റ്റയിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഈ ബ്രൗണിയൊക്കെ ചെറിയ ക്വാണ്ടിറ്റീസ് കൊടുക്കുമ്പോൾ ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ഫ്രഷ് ക്രീമിനെ നമ്മളൊന്ന് ചൂടാക്കി എടുത്തു. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര. ശരി, അത് പൊടിച്ചു വച്ചിരിക്കുന്നതല്ല, നമ്മൾ ഗ്രാനുവൽസ് ആയിട്ടുള്ള പഞ്ചസാര തന്നെയാണ്. അത് ഇതിൽ നന്നായിട്ട് മെൽറ്റായി വരും. ഓക്കെ, ചൂടുണ്ടല്ലോ, നല്ല ചൂടായിട്ട് തിളച്ച് തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്വല്പം ഉപ്പ് ഇട്ട് വാനില എസൻസ് നമുക്ക് ഇപ്പം തന്നെ ആഡ് ചെയ്യാം. ശരി, ഒരല്പം ഉപ്പിട്ടു. എത്ര സ്പൂണ് വാനില എസൻസ് ചേർക്കുന്നുണ്ട്? ശകലം. ഓക്കെ, ഒരു 1 ടേബിൾ സ്പൂൺ, വളരെ കുറച്ചൊരു 1 ടേബിൾ സ്പൂൺ. സാധാരണ വാനില എസൻസ് ഒക്കെ തീരെ കുറച്ചല്ലേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു പുഡിങ്ങിനൊക്കെ അത്യാവശ്യം
എസൻസ് കൂടി നിൽക്കുമ്പം ഒരു ടേസ്റ്റാണ്. ഇത് ക്വാണ്ടിറ്റി കൂടുതലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ക്രീം നമ്മളൊരു 2.5 കപ്പ് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. ശരി. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റം നമുക്ക് ഏതാണ്ട് എത്ര പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും? ഇത് ഞാൻ കഴിക്കുന്ന പോലെ ഇത് വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ചൊരു വലിയൊരു പാത്രത്തിൻ്റെ അകത്ത് ഒഴിച്ച് നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഞാനിപ്പോൾ ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു ബൗൾസിലാണ് നമുക്കത് ബാക്കിയും വരും തോന്നുന്നു. 4 ബൗളിൽ കൊടുത്തിട്ട് നോക്കാം നമുക്ക്. ശരി. ഞാൻ യൂഷ്വലി എനിക്ക് വേണ്ടുന്ന ഒരു ചെറിയ പോർഷൻ ഉണ്ടാക്കി ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കാൻ ഞാൻ തന്നെ ഹായ് കൊള്ളാലോ എന്ന് പറയും. പ്രത്യേക തരം ഒരു ജീവിതമാണെന്നൊക്കെ. ശരി. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന അഗർ പാലില് അഗർ മിക്സ് ചെയ്തതാണ്. നമ്മൾ എത്രയായിരുന്നു? 1/4 കപ്പ് പാലിൽ ഒരു 10 ഔൺസ് അഗർ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശരി. ഇതിൻ്റെ ഈ റെസിപ്പി ഒക്കെ എവിടെ നിന്നാണ് പൊക്കുന്നത്? എല്ലാം റെഫർ ചെയ്യും. നമുക്ക് യൂട്യൂബ് റെഫർ ചെയ്യാം, എല്ലാം നമ്മൾ റെഫർ ചെയ്യും. പക്ഷേ സ്റ്റിൽ നമ്മളൊരു റെസിപ്പി എടുത്താൽ പോലും നമ്മുടേതായിട്ടുള്ളൊരു ടച്ച് വരും. എന്തെങ്കിലുമൊക്കെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോഴാണല്ലോ ഇന്നോവേഷൻ കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മുടെ രീതിയാവും. അല്ലാതെ എല്ലാവരെയും പോലെ നമ്മൾ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. ബിക്കോസ് അത് ഇതൊക്കെ അവൈലബിൾ ആയിട്ട് റെഡിലി അവൈലബിൾ ആയിട്ട് എന്താ പറയുക, മുമ്പാണെങ്കിൽ അയ്യോ ഇതൊക്കെ എങ്ങനെ നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഗൂഗിളിലുണ്ട് അല്ലെങ്കിൽ യൂട്യൂബിലുണ്ട്. എന്തും ഗൂഗിൾ പറഞ്ഞു തരാനായിട്ട് റെഡി ആയിക്കുമ്പോഴത്തേക്കും. പക്ഷെ എപ്പോഴും നമുക്ക് ഗൂഗിളിനെ നമ്പാനും പറ്റത്തില്ല. ഗൂഗിളിൻ്റെ ആൾ കേൾക്കണം. എന്തായാലും ഓക്കെ. ഇവിടെ അപ്പോൾ സെറ്റ് ആയോ? നമ്മളൊന്ന് കുറുകണം. ഇതിന് കുറുകി വരണം. ജസ്റ്റ് ഒരു 5 മിനിറ്റത്തെ പണി. ഓക്കെ. ഇത് കുറുകി വന്നതിന് ശേഷമാണ് ഇതിനെ നമ്മൾ സെറ്റ് ആവാൻ ഫ്രിഡ്ജിൽ വെക്കുക. അന്നേരത്തേക്ക് നമ്മൾക്ക് സ്ട്രോബെറീനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. സ്ട്രോബെറി മൊത്തത്തോടെ തന്നെയാണ്. ഇതിപ്പം മൊത്തത്തോടെ ഇരിപ്പുണ്ട്. ജസ്റ്റ് അതിൻ്റെ ആ ഒരു ലീവ്സ് ഒക്കെ നമുക്ക് കളഞ്ഞിട്ട് എടുക്കാം. ശരി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. എന്തായാലും ഇത് കുറുകുന്ന ടൈമിലത്തേക്ക് നമ്മൾ സ്ട്രോബെറി ഫുള്ളായിട്ട് ഇരിക്കുകയാണ്. സ്ട്രോബെറി നമ്മൾ ഇതിൻ്റെ ലീവ്സ് ഒക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഓടി വരാം. ഓക്കെ. നമ്മുടെ ഇവിടെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ബാറ്റർ ശരിയായിട്ടുണ്ട്. ഓൾമോസ്റ്റ് കുറുകി. ഇതിന് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. ഓക്കെ. കൺസിസ്റ്റൻസി ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കണം. 15 മിനിറ്റ്സ് മതിയാവും അല്ലേ? നമ്മൾ ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഓക്കെ. ശരി. അന്നേരം നമ്മൾ ഓടിക്കൊണ്ടുപോയി ഇതിനെ ബൗളിലേക്ക് മാറ്റി 15 മിനിറ്റ്സ് കഴിഞ്ഞ് ഓടി വരാം. അപ്പോൾ നമ്മളുടെ ആ ഒരു ബാറ്ററിനെ, അതിനെ ബാറ്റർ എന്ന് തന്നെയല്ലേ പറയുന്നത്? മിക്സ്ചറിനെ. ശരി. എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന പേരാണ് സാധനം. അപ്പോൾ നമ്മൾ ആ ഐറ്റത്തിനെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഫ്രീസ് ആവാൻ വേണ്ടിയിട്ട്. ഇനി എന്താണ്? ഇനി നമ്മൾ സ്ട്രോബെറി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. കുറച്ച് സ്ട്രോബെറി നമ്മളൊരു പാനിലേക്ക് കുറച്ച് കട്ട് ചെയ്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര. ഇത് ജസ്റ്റ് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണല്ലോ ഇതെല്ലാം. മധുരം ഇഷ്ടമാണെങ്കിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഉണ്ടാക്കുന്ന കേക്ക്സ് എല്ലാം തോന്നിയിട്ട് കാര്യമില്ല. ഉണ്ടാക്കുന്ന കേക്ക്സ് എല്ലാം സ്വന്തമായിട്ട് ആദ്യം ട്രൈ ചെയ്ത്. കേക്കൊക്കെ മുമ്പൊക്കെ കേക്കിൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം കഴിച്ച് മതിയായി. ചോക്ലേറ്റ് കേക്ക്സ് ഒക്കെയാണ് കൂടുതൽ. ബ്രൗണി, ഇപ്പം പാർവതിയുടെ ബ്രൗണിയും ഒക്കെ വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. മാംഗോ സീസൺ വരുമ്പോഴത്തേക്കും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. മാംഗോ കുൽഫി നമുക്ക് കൂടുതലും ഈ ഫ്രഷ് ഫ്രൂട്ട്സ് തന്നെയാണ്, അതുകൊണ്ടുള്ള കേക്ക്സ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ചോക്ലേറ്റിൻ്റെ ഐറ്റംസും ആണ്. ഫ്രൂട്ട്സിൻ്റെ എന്തൊക്കെയുണ്ട്? ഏതൊക്കെ അവൈലബിൾ ആണ്? മിക്ക ഫ്രൂട്ട്സും ചെയ്യാറുണ്ട്. ടെൻഡർ കോക്കനട്ട്, പേരയ്ക്ക വരെ ചെയ്യുന്നുണ്ട്. പൈനാപ്പിൾ, കസ്റ്റാർഡ് ആപ്പിൾ. ഇപ്പോൾ കസ്റ്റാർഡ് ആപ്പിളിൻ്റെ സീസൺ കഴിയാറായി. ഓക്കെ. എല്ലാം സീസണലായിട്ട് കിട്ടുന്ന എന്താണോ എല്ലാം എടുക്കും. അപ്പോൾ എന്താണോ അവൈലബിൾ ആയിട്ടുള്ള അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ശരി. ഇത് ചുമ്മാ നമ്മൾ സ്ട്രോബെറി കട്ട് ചെയ്തു, എന്നിട്ട് ഷുഗർ ഇട്ടു സെറ്റ് ആക്കണം. അത്രേ ഉള്ളൂ. എത്ര ടൈം വേണ്ടി വരും ഇതിന്? ജസ്റ്റ് നമ്മുടെ ആ ഒരു ഷുഗർ ഇതിൻ്റെ കൂടെ അങ്ങ് മെൽറ്റ് ചെയ്ത് ഒരു സോസ് പോലെ ആവും. നമ്മൾ എത്ര നേരം ചെയ്യാൻ പറ്റും അത്രയും ടേസ്റ്റി ആയിരിക്കും. ഒരു ജാം പോലെ നമുക്ക് ഈ സ്ട്രോബെറി കട്ട് ചെയ്തിട്ടൊക്കെയില്ല, അത് നല്ല അങ്ങ് ഉടനെ ഇതിൻ്റെ കൂടെ വരും. ശരി. ഓക്കെ. പീസായിട്ടായിരിക്കില്ല, ഒരു സോസ് പരുവത്തിനാണ് നമ്മൾ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നമ്മുടെ ഇഷ്ടം. നമുക്ക് കുറച്ചൊന്ന് ക്രഞ്ചി ആയിട്ട് കടിക്കാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഒരു ഇതും കൂടി കഴിയുമ്പോൾ നമുക്ക് അങ്ങ് ഓഫ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾക്ക് ഹാമ്പേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ക്രിസ്മസ് ഗിഫ്റ്റോ ന്യൂ ഇയർ ഗിഫ്റ്റോ ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഹാമ്പേഴ്സ് ആയിട്ട് അവൈലബിൾ ആണ്. ഫസ്റ്റ് വരെ അവൈലബിൾ ആണ്. നേരത്തെ ഓർഡർ കൊടുക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. തലേ ദിവസമെങ്കിലും ഒന്ന് പറഞ്ഞാൽ ചില സമയത്ത് ബുക്ക്ഡ് ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ 2 ദിവസം മുന്നേ പറഞ്ഞാൽ അത്രയും നല്ലത്.
ഇപ്പോൾ ഓർഡേഴ്സ് ഒക്കെ വരുന്ന ടൈമിൽ ഇപ്പോൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഹോം ബേക്കേഴ്സിനെ റെഫർ ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ പേഴ്സണൽ ഫേവറേറ്റ് ആരാന്ന് ചോദിച്ചാൽ പറയൂ. ഉറപ്പായിട്ടും സ്വാതി ചേച്ചി റെഫർ ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളവർ ഇപ്പൊ വരും. ശരി, നമ്മളെ റെഫർ ചെയ്യുന്നില്ലല്ലോ. അഞ്ജന എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരി, ഒരുപാട് പേരെ റെഫർ ചെയ്യാറുണ്ട്. ആ പുള്ളിക്കാരിയും സ്പ്രിങ്കിൾസ് എന്ന് പറഞ്ഞിട്ട് 4-5 ഹോം ബേക്കറായിട്ട് തന്നെ ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ഒരുപാട് പേരെ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെയൊന്നുമില്ല, നമുക്ക് കിട്ടേണ്ട എന്തായാലും നമുക്ക് കിട്ടും. ശരി, ഇവിടെ ഏതാണ്ട് തിളച്ച് ഒരു സോസ് പരുവമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്നേരത്തേക്കും നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചേക്കുന്ന ആ ഐറ്റം റെഡി ആയിട്ടുണ്ടാവും അല്ലേ? നമ്മളുടെ സ്ട്രോബെറി നല്ലപോലെ കാരമലൈസ് ആയി, ഷുഗറിന്റെ കൂടെ നല്ലപോലെ സെറ്റായി. നമ്മൾ സ്ട്രോബെറി ജാം ഉണ്ടാക്കുന്ന ഇതേപോലെയാണോ? ഇത് ഒരുപാട് സ്ട്രോബെറി ഇട്ടൊരു പ്രോസസ്സാണ് ജാമായി കിട്ടുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ജാംസ് ഒന്നും കൊടുക്കുന്നൊന്നും ഇല്ല അല്ലേ? ആസ് ഓഫ് നൗ കേക്ക്സ് മാത്രമേ. ഇനി പക്ഷെ ഞാൻ എന്തും ഉണ്ടാക്കും എന്നുള്ളൊരു കണ്ടീഷനിലിരിക്കുകയാണ്. എന്തും ഉണ്ടാക്കും ഞാൻ, പക്ഷെ കേക്ക് മാത്രമേ ഇതുവരെ കൊടുത്തിട്ടുള്ളൂ. മുമ്പ് കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ ഹാമ്പേഴ്സിന്റെ കൂടെ. അതും കേക്കിന്റെ ഒരു പോർഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. കേക്കിന്റെ കൂടെ സെറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ശരി, അപ്പോൾ ഇവിടെ സെറ്റായി. നമുക്ക് ഇതിനൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മളുടെ ഫ്രിഡ്ജിൽ പോയി നോക്കാവോ അത് സെറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്? ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മളൊന്ന് ഫ്രിഡ്ജിൽ പോയി നോക്കിയിട്ട് വരാം നമ്മളുടെ നേരത്തെ വെച്ച സംഭവം സെറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിരുന്ന ആ മിക്സ്ചർ ഇപ്പോൾ ഈ പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് ഈ കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അല്ലേ? നന്നായിട്ട് അത് സെറ്റായി. ഓൾമോസ്റ്റ് 15 to 20 മിനിറ്റ്സ് വച്ചു. ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെ ഫ്രിഡ്ജിൻ്റെ കൂളിംഗ് അനുസരിച്ചാണ് വരിക. ഓക്കെ, അത് നമ്മൾ തിരിച്ചിടുക അല്ലേ? നമ്മളത് അൺമോൾഡ് ചെയ്തു. ഓക്കെ, ഒരു 2 എണ്ണം നമുക്ക് അൺമോൾഡ് ചെയ്തിട്ട് സ്ട്രോബെറി ടോപ്പിംഗ്സും വെച്ച് ഓക്കെ. അപ്പോൾ നമ്മുടെ എന്തായിരുന്നു ക്രീമി പുഡിംഗ് അല്ലേ? ക്രീമി മിൽക്ക് പുഡിംഗ്, ക്രീമി മിൽക്ക് അങ്ങനെയൊക്കെ നമ്മൾ പറയും. പല പല പേരുകൾ പലരും വിളിക്കും. ക്രീമി മിൽക്ക് പുഡിംഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ അല്ലേ? ദേ നമ്മളുടെ ക്രീമി മിൽക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ട് സ്ട്രോബെറി ടോപ്പിംഗ്സും സ്ട്രോബെറി ടോപ്പിംഗ്സ് വെച്ചിട്ടുള്ള ക്രീമി മിൽക്ക് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ക്രിസ്മസിന് ഇതെന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം അല്ലേ? എന്തായാലും ഞാനൊന്ന് ഇതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. ആരും കൊതി വെക്കട്ടെ. അടിപൊളി. ഇവിടെ സൈഡിൽ നിന്ന് വേറൊരാളൊന്ന് കൊതി വിടാൻ തോന്നുന്നു. ഒരു സ്പൂൺ എടുത്തോ, ഒരു സ്പൂൺ. കിടിലായിട്ടുണ്ട് കേട്ടോ. ജാമൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. ചെറിയ പീസ് എടുക്കാൻ പാടുള്ളൂ. ഇത്രയും പേര് കഴിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാം. പറഞ്ഞല്ലോ, എനിക്ക് തള്ളാൻ വേറെ ആളുടെ ആവശ്യമില്ല. അതാണ്. അപ്പോൾ എന്തായാലും കിടിലായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റണ ഐറ്റമാണ്. വീട്ടിൽ ട്രൈ ചെയ്യാനായിട്ട് ആർക്കെങ്കിലും മടിയുണ്ടെന്നുണ്ടെങ്കിൽ നേരെ പാർവതീനെ വിളിച്ചാൽ മതി. എങ്ങനെയാണ് വിളിക്കേണ്ടേ? 8281793917. വാട്സപ്പ് ചെയ്താൽ മതിയാവും. ചിലപ്പോൾ എപ്പോഴും ഞാൻ ഫോൺ എടുക്കാൻ ബിസി ആയിട്ടുള്ളത് കൊണ്ട് എനിക്ക് എപ്പോഴും ഫോൺ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയല്ല പറഞ്ഞത്, ചിലപ്പോൾ ഞാൻ കാണാറില്ല, മിക്സ് ആയി പോകും. അപ്പോൾ ജസ്റ്റ് വാട്സപ്പ് ആണെങ്കിൽ വാട്സാപ്പിൽ പിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റും. ശരി, അപ്പോൾ എന്തായാലും ഇത്രയും വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര രസമുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും നമ്മളുടെ മാന്യ പ്രേക്ഷകരോട് ക്രിസ്മസ് ആശംസകൾ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് കഴിക്കാം. ബാക്കി കഴിക്കുന്ന കാര്യം അത് സംശയമില്ല. എന്തായാലും അപ്പോൾ നമുക്ക് ബൈ ബൈ പറയാം അല്ലേ? അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ രണ്ടുപേരുടെയും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ടാറ്റാ.